ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് നല്ലൊരു അടിപൊളിയായ സാമ്പാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയെല്ലാം ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന അത്യാവശ്യം നല്ല കുറുകിയ വളരെ ടേസ്റ്റുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി. ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വളരെ കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കൊരു നല്ല സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കഷ്ണങ്ങളുടെയൊന്നും ആവശ്യമില്ല. നമുക്ക് ആദ്യമേ തന്നെ സാമ്പാറിന് ആവശ്യമുള്ള പുളിവെള്ളം ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി അതിലുള്ള പുളിവെള്ളം എടുക്കണം മാക്സിമം. ബാക്കി വരുന്ന പുളിയുടെ കഷ്ണം നമുക്ക് കളയാം. ഇനി നമുക്ക് സാമ്പാറിന് ആവശ്യമുള്ള പരിപ്പ് വേവിച്ചെടുക്കണം. ഞാൻ ഏകദേശം ഒരു 50 ഗ്രാമോളം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊരു കുക്കറിലേക്ക് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോഴത്തേക്കും എത്ര വിസിൽ കൊണ്ടാണ് പരിപ്പ് വേവുന്നത് അതിനേക്കാളും 2 വിസിൽ കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ പരിപ്പിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ പരിപ്പിനുള്ള ഉപ്പും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കുക്കർ അടച്ച് വേവിക്കണം. നമ്മൾ എത്ര വിസിലിനാണോ നിങ്ങൾ ഓരോരുത്തരുടെയും കുക്കറിൽ പരിപ്പ് വേവുന്നത് അതിനേക്കാളും 2 വിസിൽ കുറച്ച് മാത്രം പരിപ്പ് വേവിച്ചാൽ മതി. ഇപ്പോൾ 5 വിസിലിനാണ് പരിപ്പ് വേവുന്നതെങ്കിൽ ഒരു 3 വിസിലിട്ടാൽ മതി. ഞാനിവിടെ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ പച്ചക്കറികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു പകുതിയോളം ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തീരെ കുറവ് പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ സാമ്പാർ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കിഴങ്ങ് അരിഞ്ഞതെടുക്കണം. പിന്നെ നമുക്ക് 2 കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കണം. ഒരു ചെറിയ കഷ്ണം പടവലങ്ങായും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു സവോളയുടെ പകുതി അരിഞ്ഞതും കൂടി നമുക്ക് വേണം. ഇത്രയും കഷ്ണങ്ങൾ നമുക്ക് വെന്ത പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും കുറച്ച് കഷ്ണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായൊരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം ചേർത്തിട്ട് ഇത് വേവാൻ ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറികൾ വേവാനായിട്ട് 2 വിസിൽ മതി. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് പരിപ്പ് വേവിക്കുമ്പോഴത്തേക്കും 2 വിസിൽ കുറച്ചിട്ടാൽ മതിയെന്ന്. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനോടൊപ്പം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർക്കുമ്പോൾ നല്ലൊരു രുചി കിട്ടും. അതിനാണ് നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. ഈ സാമ്പാറിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എരിവ് നോക്കിയിട്ട് നമുക്കൊരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളകാണെങ്കിൽ 2 എണ്ണം മതിയാകും. 1 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് 2 വിസിലിന് ഇത് വേവിച്ചെടുക്കണം. വഴറ്റിയെടുക്കാനായിട്ട് 2 തക്കാളിയും അതുപോലെ തന്നെ 4-5 വെണ്ടക്കായും കൂടി നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കണം. ഒരു ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് ചെറിയ ഫ്ലെയിമിലാക്കി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. വെണ്ടയ്ക്ക കുറച്ച് സമയം വഴറ്റി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കയും നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വേവുന്നത് വരെ ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. മൂടി വെച്ചൊന്നും വേവിക്കേണ്ട. തക്കാളി വെണ്ടയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. 2.5 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും 1 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളും പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 വിസിലുകൊണ്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത സാമ്പാർ പൊടിയും കായപ്പൊടിയൊക്കെ നമ്മുടെ ഈ പച്ചക്കറികളിലേക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ലോ ഫ്ലെയിം ആക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് കുറുകേണ്ട കാര്യമില്ല. സാമ്പാർ നമ്മൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി കുറുകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന പാകത്തിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം.
അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂണോളം കടുക് ചേർത്ത് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മുടെ ഈ താളിച്ചത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സാമ്പാറിൻ്റെ റെസിപ്പി. നല്ലൊരു പെർഫെക്റ്റ് രുചിയുള്ള സാമ്പാറാണ്. നമുക്ക് ഇഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം ഒഴിച്ചു കൂട്ടാനായിട്ട് ഒരു അടിപൊളി കോമ്പിനേഷനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.